അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സ്വാഗത പ്രസംഗങ്ങളും അധ്യക്ഷ പ്രസംഗങ്ങളും അതിനുശേഷം ഇവിടെ ഞങ്ങള് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാർക്ക് എല്ലാവർക്കും ഒരു മൊമെന്റോ കൊടുത്ത് നമ്മൾ ആദരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ഒരു ഗ്രൂപ്പ് സെഷൻ, ഫോട്ടോ ഉണ്ട്, ഫോട്ടോഗ്രാഫ് എടുക്കുക. പിന്നെ നമ്മളൊരു പ്ലാന്റിംഗ് ഉണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഇവിടെ 1-2 വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ ഗ്രൂപ്പിന്റെ വകയായി ഭാവി പരിപാടികളെ കുറിച്ച് നമ്മൾ തീരുമാനിക്കും. ഇടയ്ക്ക് സമയം ഉള്ളതിനനുസരിച്ചിട്ട് എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാം. ഇതാണ് ഇതിന്റെ മൊത്തമുള്ള ഒരു രൂപരേഖ. ഇതിന്റെ ഇടയ്ക്ക് ലഞ്ചും ബാക്കി ബ്രേക്കും ടീ ബ്രേക്സും ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താണ്. പലരെയും ഞാൻ കണ്ടു, പലരോടും ഞാൻ എല്ലാവരെയും തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓർമ്മകളിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഇനി എനിക്ക് തോന്നുന്നത് വീണ്ടും 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഫേസ് ടു ഫേസ് എല്ലാവരും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ 3 പേരായിരുന്നു, ഹരി പി ആർ, ശ്യാമള പി ആർ, പ്രേമ പി ആർ. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടിയായിരുന്നു പഠിച്ചിരുന്നത്. ഞാനിപ്പോ ഡൽഹിയിലാണ്. ഡൽഹിയിലെ ഒരു മെഡിക്കൽ ഡിവൈസ് ഉണ്ടാക്കുന്ന ഒരു പ്രൈവറ്റ് ഫാമിലി ഞാൻ പ്ലാന്റ് ഹെഡായിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ് അവിടെ. ഇവിടുന്ന് 88-ൽ ഞാൻ ഡൽഹിക്ക് പോയതാണ്. അതുമുതൽ ഇന്ന് വരെ ഞാൻ ഡൽഹി തന്നെയാണ്. എൻ്റെ ചെറിയൊരു ഫാമിലിയാണ്. വൈഫ് ഹൗസ് വൈഫാണ്. 2 പെൺകുട്ടികളുണ്ട്. മൂത്ത ആളുടെ പേര് ഹിമ എന്നും രണ്ടാമത്തെ ആളുടെ പേര് വിദ്യ എന്നുമാണ്. ഒരാൾ 12, ഒരാൾ 7 പഠിക്കുന്നു. അപ്പോൾ ഞാൻ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഇനി നമുക്ക് എല്ലാവർക്കും അന്യോന്യം പരിചയപ്പെടാനും എല്ലാം ഇനിയുള്ള സെഷൻ വരുന്നുണ്ട്. ഇനി സ്വാഗതം എല്ലാവർക്കും അർപ്പിക്കാനും സ്വയം പരിചയപ്പെടുത്താനായിട്ട് ഞാൻ തങ്കത്തിനെ വിളിക്കണം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും സ്വാഗതം ചെയ്യാനുള്ളൊരു കടമയാണ് എനിക്ക് ഏൽപ്പിച്ചു തന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഞങ്ങൾ കുറച്ചാൾ കൂടിയിട്ടൊന്ന് തുടങ്ങിയത്. കണ്ടുമുട്ടി പലരും അന്ന് തന്നെയാണ് തമ്മിൽ കാണുന്നത് 33 വർഷത്തിന് ശേഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് അപ്പൊ പലരും പറഞ്ഞു ഞാൻ അവരെ കാണാറുണ്ട് ഇവരെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ദെൻ നമ്മൾ വിചാരിച്ചു ഇനി തുടങ്ങാൻ നമുക്കൊരു മെയിൻ ഗാദറിങ് നടത്താമെന്ന്. അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. അത് എല്ലാവരും അതിൽ പങ്കാളികളാണ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും. അപ്പൊ അതിന്റെ ആ ചടങ്ങിലേക്ക് വിശിഷ്ട അതിഥികൾ നമ്മുടെ ടീച്ചർമാരെയൊക്കെ സ്വാഗതം ചെയ്യാനുണ്ട്. വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ പൂക്കോട്ടാവ് പഞ്ചായത്തിന്റെ പ്രസിഡന്റായ ശ്രീ ജയദേവൻ ഇവിടെ. ജയദേവൻ ഈ സ്കൂളിൽ തന്നെ ഒരു ഓൾ ടു 88 ബാച്ചിൽ നിന്ന് പാസ് ഔട്ട് ആയതാണ്. അത് കാരണം നമുക്ക് അന്യനല്ല. പിന്നെ പ്രസിഡന്റ് ആയതിനു ശേഷം പൂക്കോട്ടാവിന്റെ പേരൊക്കെ കുറച്ച് നല്ലോണം ഞങ്ങൾ പേപ്പറിലൊക്കെ കാണാൻ തുടങ്ങി. അപ്പൊ ആ അഭിമാനം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ജയദേവനെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആണ് ശ്രീ രാജേഷ് സാറ്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ പരിചയമായിട്ടുള്ളൂ. പലർക്കും നേരത്തെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രാജേഷ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്ററായ ശ്രീ ഗോപിനാഥൻ മാഷ്. നമ്മളിവിടെ ഉള്ളപ്പോൾ മാഷ് ഉണ്ടായിരുന്നു, നമ്മൾ ജൂനിയർ സെക്ഷനിലായിട്ട് ഉണ്ടായിരുന്നു. മാഷെ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ എല്ലാ ടീച്ചേഴ്സും ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഓരോരുത്തർക്കായിട്ട് നാം വിളിക്കുന്നു. ചന്ദ്രിക ടീച്ചർ, ദാക്ഷായൻ ടീച്ചർ. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇവരെയൊക്കെ ഇവിടെ ഒന്നിച്ച് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. ലീല ടീച്ചർ, ലീലാവതി ടീച്ചർ, മേദിനി ടീച്ചർ എത്തിയിട്ടില്ല. പത്മ ടീച്ചർ, പത്മനാഭൻ മാസ്റ്റർ, രാമൻകുട്ടി മാസ്റ്റർ, ശാരദ ടീച്ചർ,
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എന്നെ ഇതിന് വിളിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ 5-ൽ പഠിക്കുമ്പോൾ നിങ്ങൾ 10-ലാണ്. ശരിക്കും തിരിച്ചാണ് പറയേണ്ടത്. നിങ്ങൾ 10-ൽ പഠിക്കുമ്പോൾ ഞാൻ 5-ലാണ്. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ കണ്ണിൽ കൂടെയാണ് ലോകം കാണുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ 5-ൽ പഠിക്കുമ്പോൾ നിങ്ങൾ 10-ലായി. അങ്ങനെയാണ് നമ്മുടെ മുരിങ്ങയുടെ ചുവട്ടിൽ നിന്ന് കാണുന്നത്. ആകാശത്തിന് നല്ല ഭംഗി കൂടും. ഇപ്പോൾ ഒരു 10-33 കൊല്ലത്തിന് ശേഷം വീണ്ടും നിങ്ങളിങ്ങനെ ഒരു വലിയ പരിപാടിയായിട്ട് ഒത്തുകൂടുമ്പോൾ ആ 5-ാം ക്ലാസ്സുകാരൻ്റെ അതേ കൗതുകമാണ് എനിക്കിപ്പോൾ ഉള്ളത്. എൻ്റെ കൗതുകത്തിലൊരു മാറ്റം വന്നിട്ടില്ല. ഒരു ചെറിയ പൂ വിരിയുന്നത് കണ്ടാൽ എനിക്ക് വലിയ സന്തോഷമാണ്. ഒരു കിളി പാടുന്നത് കേട്ടാൽ എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ അന്നിങ്ങനെ എന്താ പറയുക, നല്ല ഒരു ഭ്രമത്തിൽ ഇങ്ങനെ നോക്കി നിന്നിരുന്ന ഒരു 5-ാം ക്ലാസ്സുകാരനെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ ഭ്രമം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ 44 ആവാറായി, പക്ഷെ ഈ പ്രായത്തിലും എൻ്റെ ഭ്രമം കുറഞ്ഞിട്ടില്ല. ഞാൻ 5-ാം ക്ലാസ്സുകാരൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഒരു നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ടാവുന്നതാണ്. ഞങ്ങളതിൽ കൊടുത്തുള്ളൊരു മുദ്രാവാക്യം വിദ്യാർത്ഥികളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ഇൻ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളിൽ നിക്ഷേപിക്കുക. അപ്പോൾ ആ ഒരു മുദ്രാവാക്യത്തിന് നിങ്ങളുടെ പിന്തുണ ഞാൻ അത് പ്രത്യക്ഷത്തിൽ തന്നെ, അത് എന്താ പറയുക, 2 മാസം കഴിഞ്ഞാൽ എനിക്ക് വിവരം കിട്ടേണ്ട ഒരു കാര്യമാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അതിന് നിങ്ങളുടെ ഒരു പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇവിടെയുള്ള നിങ്ങളുടെ വീട്ടുകാരെയും ഒക്കെ ഇതിനോട് സഹകരിപ്പിച്ച് നമുക്ക് ഒരു മികച്ച നാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾക്ക് ഇന്നത്തെ ഇതിനേക്കാൾ ഒരു നല്ല നാട് ഇവിടെ അവശേഷിപ്പിച്ച് പോകേണ്ട ചുമതല നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് നിങ്ങളുടെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതായാലും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് നിറഞ്ഞ മനസ്സോടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബഹുമാന്യ ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഇതിന് നിങ്ങൾ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്കൊക്കെ 2 കാര്യമാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ കാണാനും കുറേ നേരം സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതേപോലെ നിങ്ങളെയും കാണാനും, കുറേ പേരെയൊന്നും നേരിട്ടിപ്പോൾ കാണുമ്പോൾ അറിയണമൊന്നുമില്ല, എങ്കിലും വളരെ സന്തോഷമുണ്ട്. ഇനി വിശദമായി സംസാരിക്കാൻ, അവരുടെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സംസാരം കേൾക്കാൻ അതിയായ ആഗ്രഹമുള്ള വിഷയം, ഓരോ വിശേഷങ്ങളും കേൾക്കാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. എനിക്കധികം വർത്തമാനം അറിയാനൊന്നും സാധിച്ചില്ല. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എല്ലാവരെയും കാണാനും 2 വാക്ക് സംസാരിക്കാനും ഒരു അവസരം കിട്ടിയതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. ഇന്ന് ഈ അവസരം നമ്മുടെ ജീവിതയാത്രയിലെ നാഴികക്കല്ലായി നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കും. എന്നോട് 2 വാക്ക് പറയാനാ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 3-4 വാക്ക് പറയും. അത് 6 ആവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. വേദിയിലെ ഏറ്റവും ആരാധ്യരായ ഈ സ്ഥാപനത്തിന്റെ വഴികാട്ടികൾ, വളരെ പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾ, നിങ്ങൾ എത്രയൊക്കെ വലുതാവുമ്പോഴും ഈ മുറ്റത്തെത്തുമ്പോൾ
നിങ്ങൾ കുട്ടികളും. അങ്ങനെ ഒരു കാഴ്ച അവരൊക്കെ എത്രയോ ഒരു 3-4 മാസം മുമ്പ് എങ്ങനെ വിളിക്കുന്നത് തങ്കമൊക്കെ പലതവണയാ വിളിക്കലെന്ന് കണക്കില്ല. അവരുടെയൊക്കെ ആത്മാർത്ഥത, അയ്യോ അതൊക്കെ എന്തായാലും ഇത്തരത്തിലുള്ള വളരെ പാവനമായ പുണ്യമായി നിറഞ്ഞ ഒരു ചടങ്ങ് ഒരുക്കിയതിനെ, കാരണം ഇവരെയൊക്കെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞു എന്നറിയാം, അതൊരു ചെറിയ കാര്യമല്ല. നമ്മളായാലും നമ്മുടെ ജീവിതത്തിന്റെ ആ തലക്കിലേക്കൊക്കെ അങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് ഒരുപാട് വിലയുണ്ട്, ഒരുപാട് തലങ്ങളിൽ ഉയർന്ന തലങ്ങളുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള വളരെ സമ്പുഷ്ടമായ ഒരു വേദിയൊരുക്കിയതിന് എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുന്നു. അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിന്, അവരുടെ മക്കൾക്ക്, അടുത്ത തലമുറയ്ക്ക് ഒക്കെ ഏറ്റവും മികച്ച ഭാവി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്നെയും ഇതിൽ കൂട്ടിയതിന് നന്ദി. അധികം ഞാൻ വർത്തമാനം പറയില്ല. പലരെയും അടുത്ത് അവരുടെയൊക്കെ വർത്തമാനം എനിക്ക് അറിയണ്ടേ. പിന്നെ വിനോദ കണക്ക് 3-4 പ്രാവശ്യം വിട്ടു വന്നു. ആദ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആരാ ചോദിച്ചത്. അങ്ങനെ പലരെയും കണ്ടിട്ട് മനസ്സിലാവണില്ല. ചിലരൊക്കെ മനസ്സിലാവുന്ന ചില, പക്ഷെ പേര് ഓർമ്മ വരുന്നില്ല. 33 കൊല്ലമേ. അതുകൊണ്ട് അപ്പൊ എന്തായാലും ഇനി അധികം വർത്തമാനം പറയില്ല. നിങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ് കേൾക്കേണ്ടത്. എന്തായാലും പുതിയൊരു കൊല്ലം വരില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. എല്ലാവരും നന്നാവും. സ്വാഗതമാണല്ലോ ഇപ്പോൾ പറയുന്നത്. അത് ചെയ്യണു ആദ്യം. പിന്നെ ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും എൻ്റെ അധ്യാപകരോട് ഇരിക്കേണ്ടതിൻ്റെ കേട്ടോ, അങ്ങനെയുള്ള സ്കൂളാണത്. പക്ഷെ നിങ്ങൾ എല്ലാവരുടെയും മുഖം എനിക്ക് എത്രയും പരിചയമാവില്ല. തടിച്ചു, ചിലർ മെലിഞ്ഞു, അതൊക്കെ കാരണം. അതുകൊണ്ട് വിഷമിക്കരുത് ആദ്യം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആ മുറിയങ്കയിലിട്ട ഷർട്ടും ആ ചെറിയ പാവാടിയും ബ്ലൗസ് ഇട്ട് വരുന്ന ആ ഭാവമാണ് എൻ്റെ മനസ്സിലിപ്പുള്ളത്. അതുകൊണ്ട് ആരും വലുതായിട്ടില്ല എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ എനിക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല, എന്നാലും അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെന്നും ഉണ്ടാവും ചെയ്യും. നിങ്ങളുടെ സ്ഥലവും പേരും പറഞ്ഞാൽ നിങ്ങൾ എനിക്കിപ്പോൾ മനസ്സിലാവില്ല. പിന്നെ പറയാനുള്ളൂ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, ഗുരു തുല്യരായ അധ്യാപകരെ, ഇത് ഒരു ഗുരുത്വത്തിന്റെ ഭാഗമാണ്. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ അഭിമാനത്തിന്റെ അനർഘ നിമിഷമാണ്. കാരണം നിങ്ങൾക്ക് അഭിമാനിക്കാം എന്ന് ഞാൻ പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. ഈ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. കുട്ടികളെ പലരെയും അധ്യാപകരെ ക്ഷണിക്കാറുമുണ്ട്. പക്ഷെ ഈ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോയതിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഈ ഗ്രൗണ്ടിൽ കാലുകുത്താത്ത 2 അധ്യാപകർ. ഒന്ന് സുലോചന ടീച്ചർ, ഒന്ന് ദാക്ഷായണി ടീച്ചർ. അവരെ ഇവിടെ എത്തിച്ച നിങ്ങളുടെ കഴിവ് സമ്മതിക്കാതെ വയ്യ. ലീലാവതി ടീച്ചറും അങ്ങനെ കാര്യമായി ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ അവരെ പോലും ഇവിടെ എത്തിച്ച നിങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോവാം. അപ്പൊ തീർച്ചയായിട്ടും അഭിമാന നിമിഷം തന്നെയാണ് ഇത്. പിന്നെ നിങ്ങളെ കാണുമ്പോഴുള്ളൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ നിർവചിക്കാനാവാത്തൊരവസ്ഥയാണ്. പലരും കഷണ്ടി വണ്ടകളും ഒക്കെ ആയിട്ട് കാണുമ്പോൾ അറിയണില്ല. ഇപ്പൊ പിന്നെ ഞങ്ങൾക്കാണ് ചെറുപ്പം തോന്നുക. അത് ONV ഒരു കവിതയിലെ, ഭൂമി എന്ന കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, കാണ വയസ്സാവുന്നു മക്കൾക്കെല്ലാം, എന്നാൽ അമ്മേ നിൻ തിരുവുടലിൽ നവതാരുണ്യം കളിയാടുന്നു. അത് അങ്ങനെയാണ്, ഭൂമി അങ്ങനെയാണ്. നന്മ ഉണ്ടാക്കുന്ന, ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ഇത് വളർന്ന് പടർന്ന് പന്തരിച്ച് അങ്ങനെ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നന്മകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ.